വെറും 5-10 രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് ചെടി എവിടെയെങ്കിലും കിട്ടുമോ? എന്നാൽ കിട്ടും. ഇതൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിച്ച ചെടികളാണ്. അപ്പോൾ എങ്ങനെയാണ് വാങ്ങിക്കുന്നതൊക്കെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ ഈ ചെടികളൊക്കെ എവിടെ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്ലൂ തരാം. ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ചെടികളൊക്കെ വാങ്ങിക്കുന്നത്. അതിൽ ചില ചെടികൾ മാത്രമേ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുൾ കണ്ടു നോക്കൂ. എങ്ങനെ ഞാൻ വാങ്ങിയതെന്ന് ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും ഇതുപോലെ ചെറിയ പൈസയ്ക്ക് ചെടി സ്വന്തമാക്കാം. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിങ്ങനെ മുഖാമുഖം വീഡിയോസൊക്കെ എടുത്ത് ഒരുപാടായല്ലേ. കാരണം ഒരുപാടുണ്ട്. അതിലൊരു കാരണക്കാരൻ ഞാൻ പറഞ്ഞു തരാം. വേറെ ഒന്നുമല്ല, എൻ്റെ സ്റ്റാൻഡ് അടക്കം പറിച്ച് കീറിക്കൊണ്ടുവന്ന കൈസ്. അപ്പം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി പറ്റുന്നില്ല. കണ്ട ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ എന്നെ തലയില്ലെങ്കിൽ സ്റ്റാൻഡ് കൊണ്ടുപോകും. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആയിട്ട് മാറുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് മാത്രമല്ല, അതിൽ ഞാൻ ഇതിന് മുന്നേ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ട് ഇത് ഇടുന്ന ഇത്രയും വിലക്കുറവിൽ പിടിക്കുന്ന വിളിക്കുന്നതിന് നോക്കണേ അല്ലാണ്ട് ഒരു വഴിയുമില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാനിങ്ങനെ പ്ലാന്റ്സിൻ്റെയും ഒക്കെ ചട്ടിയുടെ ഒക്കെ വീഡിയോ ഒരുപാട് പേരിൽ കമൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഇത്ര കുറഞ്ഞിട്ട് ഇത്ര ചെറിയ പൈസക്ക് നീ പ്ലാന്റ്സ് വാങ്ങുന്നത്. ഞാൻ ഒരുപാട് പ്ലാന്റ്സ് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പൈസക്ക് വാങ്ങൽ, അതായത് 5, 10, 20 രൂപയൊക്കെ വാങ്ങൽ. മീൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത്ര വലിയ പ്ലാന്റ്സ് ഒന്നും കിട്ടില്ല. ഇത്ര പ്ലാന്റ്സ് എന്നാലും ചെറിയ പൈസക്ക് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അത് വേര് പിടിച്ച സംഭവം തന്നെ കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഒരു ലൈവ് പ്ലാന്റ്സ്. അപ്പം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ വോയിസ് ഒക്കെ ഉണ്ടാവും. ഉറപ്പാണ് കുഞ്ഞു മക്കളുള്ള വീട്ടിൽ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ കുറച്ചായിട്ട് ലാഗായി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ പറയാന്നെങ്കിൽ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് കൊടുക്കാം. ഇത് ഏത് സംഭവത്തിൽ നിന്നാണ്, യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും അല്ലേ. എന്നാൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതും അത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന്. എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇവര് കലമ്പേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇന്നാ വന്നത്. ഞാൻ ഓർഡർ ചെയ്തത് സൺഡേ ആണ്, അല്ല മൺഡേ. 2 ദിവസത്തിനുള്ളിൽ വരുന്ന പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ അതേ സമയം തന്നെ എത്തി. ഇനി ഇത് പൊളിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവനിത് പറിച്ച് കയറും. കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ വന്നേ നമുക്ക് കാണാമല്ലോ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണോ അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടാണോ. ഞാൻ 2ാം തവണയാണ് ഇതുപോലെ ഓൺലൈനിൽ നിന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നത്. ആദ്യത്തേത് എനിക്ക് ഫുൾ ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് മുള വന്നിട്ടുണ്ട്. ഒരു കേടുപാടും വരാണ്ടാണ് എനിക്ക് ഉണ്ടായത്. ഇനി ഈ ഒരു പ്ലാന്റ്സ് എങ്ങനെയാണെന്ന് നിങ്ങളുടെ മുന്നിൽ തന്നെ അൺബോക്സ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത്രയും ചെറിയ പൈസയ്ക്ക് എങ്ങനെയാണ് പ്ലാന്റ്സ് വാങ്ങുന്നത്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇത് എവിടുന്ന് വാങ്ങിയതെന്നൊക്കെ പറയാം. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ. സാവി ഇത് പിടിച്ച് കീറുന്നതിന് മുന്നേ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് പൊളിക്കുകയായിരുന്നു കേട്ടോ. കൃത്യമായിട്ട് എനിക്ക് അവർ പറഞ്ഞ സമയം തന്നെ കിട്ടിയാണ് കേട്ടോ സംഭവം. വെറുതെ ഇങ്ങോട്ടേക്ക് അവർ കാണൂല. ഇതാ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ഇനിയൊക്കെ ഞാൻ മറ്റേ പോലെ വീഡിയോ എടുക്കേണ്ടി വരും കേട്ടോ, എന്നാലേ കാണും നിങ്ങൾക്ക്. പൊട്ടിക്കല്ല മോനെ, അമ്മ പൊളിച്ച് കാണിച്ചു കൊടുക്കട്ടെ ഇവരിക്കേ. കുറച്ച് പ്ലാന്റ് ഈ ഒരു ന്യൂസ് പേപ്പറിലുള്ള കുറച്ചൊരു പ്ലാന്റ്സ് മറ്റേ കാർഡ്ബോർഡിൻ്റെയിലാണ് ഉള്ളത് കേട്ടോ. നല്ല പ്ലാന്റ്സ് ആണ് എല്ലാം ഞാൻ ഓർഡർ ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ടത് എൻ്റെ വീട്ടിലില്ലാത്ത കളക്ഷൻസാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ 10, 5, 15 ഉറുപ്പ്യക്കുള്ള ആരെങ്കിലും ചെടി വരും ഇക്കാലത്ത് ഇല്ലല്ലോ. അപ്പോൾ ഇത് കിട്ടിയത് ലാഭമെന്ന് വിചാരിക്കുക. എല്ലാ പ്ലാന്റ്സും ഉണ്ട് പറഞ്ഞത് മാത്രമല്ല കേട്ടോ. ഇവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്
ഫസ്റ്റ് പിന്നെ കണ്ടിട്ട്, അതായത് ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു പിന്നെ അവരെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തവർക്ക് ഫ്രീ പ്ലാൻസ് കൂടി അവർ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത പ്ലാൻസ് കൂടാണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ അവർക്ക് ഓർഡർ ചെയ്തതിന്, സോ എനിക്ക് പ്ലാൻസ് കിട്ടി. എല്ലാം ഫ്രഷ് പ്ലാൻസ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം എല്ലാവരുടെ അടുത്തും ഉള്ളതായിരിക്കും, പക്ഷെ എൻ്റെ അടുത്ത് ഇല്ല. എൻ്റെ കളക്ഷൻസ് പറഞ്ഞാൽ കുഞ്ഞു കളക്ഷൻസ് ആണ്. ഞാൻ ബിഗിനറാണ്. എനിക്ക് ഈ ചെടികളോട് ഇപ്പിപ്പാണ് താല്പര്യം വരാൻ തുടങ്ങിയത്. മണ്ണും എല്ലാം റെഡിയാക്കണം അത്ര. ഇതിനിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും നടുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആയിട്ടാണ് വന്നത്. പിന്നെ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡാമേജ് ആയിട്ട് എത്തുക, അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്താ പറയുക ഇങ്ങനെയാകും അങ്ങനെയാകും ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ആ സംശയങ്ങളെല്ലാം മാറി. അവർ നല്ല രീതിയിലാണ് പാക്ക് ചെയ്യുക കേട്ടോ. ഇതാ ഞാനൊക്കെ എല്ലാം ലീഫി പ്ലാന്റ് ആട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളതായിരിക്കും, എനിക്കില്ല കേട്ടോ. ഇത് ബോർഡർ പ്ലാന്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ഈ ബോർഡർ പ്ലാന്റ്. എൻ്റെ മോൻ ചൊറയാക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ ഇനി എത്രമാത്രം ഇത് കാണുമെന്ന് എനിക്കറിയില്ല. ഇതിന് എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് കേട്ടോ. ഇത്രയും പ്ലാന്റ്സ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. കാരണം ഇത് ലാസ്റ്റ് ഫ്രീ പ്ലാന്റ്സിലുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ ഈ മറ്റേ ചട്ടിയിൽ മറ്റേ ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഇതാ ഹാങ്ങിങ് പ്ലാന്റ് ഇത് 10-15 രൂപ മാത്രം കേട്ടോ. 10-15 രൂപയെ മറ്റേ ഉള്ളൂ കേട്ടോ ഇതിന്. പിന്നെ ഇതും ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വന്നതാണ്. ഇതും അതുപോലെ മറ്റേ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കുന്നതാണ്. ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഇതെല്ലാം ചപ്പും പുല്ലാണ്. സംഭവം നല്ല ചെടികളാട്ടോ. ഇതുപോലെ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഞാൻ നട്ട കുറച്ച് ചെടികളെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ചെറിയ പൈസക്ക് വാങ്ങിയിട്ട് നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഒരു വലിയ പൂന്തോട്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു ചെടിക്ക് തന്നെ 100, 200, 300, 400 റുപ്യ ഒന്നും ഇല്ലാണ്ട് ഒരു ചെടിയും കിട്ടൂല. ഇപ്പോൾ എന്താ പറയുക ബിഗോണിയക്കിൽ എത്ര വലിയ പൈസ എന്നറിയാം. പക്ഷെ എല്ലാം ഞാൻ ചെറിയ പൈസ വാങ്ങിയത്. അതുകൊണ്ട് പറഞ്ഞത് വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെ അത് പർച്ചേസ് ചെയ്തതെന്ന്. ചെറിയ 10-15 രൂപക്കെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ ലാഭം തന്നെ. ഇത് 5 രൂപക്കാട്ടോ വാങ്ങിയത്. ഇത് കണ്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് പ്ലാന്റിനെ കുറിച്ച് അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഇതൊരു പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ വിരിയുന്നത്. നമ്മളെ മറ്റേ പൊതിന ചപ്പലം പോലത്തെ പ്ലാന്റ് ആണ് ഇത്. അടിപൊളി പ്ലാന്റ് ആണ്. പിന്നെ ഇത് അരേലിയ അറിയില്ല എല്ലാവർക്കും. ആ മറ്റേ ബുഷായിട്ട് നിൽക്കുന്ന ഇതല്ല എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നത് അത് അരേലിയ പ്ലാന്റ്സ്. ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണേ. ചില പ്ലാന്റ്സ് എല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ചില പ്ലാന്റ്സ് എല്ലാം ഞാൻ വാങ്ങിച്ചത്. ഇതാ ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് 15 രൂപ അത്രേ ഉള്ളൂ. ഇത് ഫ്രീ പ്ലാന്റ് ആയിട്ട് കിട്ടിയതാണ്. ഒരുപാട് ഫ്രീ പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ അത് കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഇതിലൊരു കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. സാബി വരും ഇപ്പോൾ. ഞാൻ കീറി പറിക്കുകയാണ് കേട്ടോ. ക്ഷമയില്ല. കാരണം ഫ്രഷ് ആയിട്ട് എത്തി ഗൈസ്. എല്ലാം ഫ്രഷ് ആയിട്ടാണ് ഉള്ളത്. കണ്ട ടോട്ടൽ എനിക്കില്ലേ ഇത്രയും പ്ലാന്റ്സ് വാങ്ങിയിട്ട് 180 രൂപയായിട്ടുള്ളൂ. അതാ സാബി ഇങ്ങോട്ടൊക്കെ ഇത് തേച്ചും പ്ലാന്റ്സ് തന്നെയാണ്. എല്ലാം ഇത്തിരി ഉള്ളൂ. എന്നാലും ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പർച്ചേസ് ചെയ്ത ആ പ്ലാന്റ്സിനെ കാട്ടി കുറച്ച് ഇത്തിരി മെച്ചമുണ്ട് കേട്ടോ. നല്ല വലിയ പ്ലാന്റ്സ് ആണ് അവർ തന്നത്. എനിക്ക് അവരോട് ഞാൻ ഭയങ്കര താങ്ക്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതെല്ലാം കൂടി എനിക്ക് 180 രൂപയായത്. 180 ലാഭം തന്നെയാണ്. പക്ക ലാഭം. ഇത് മണ്ണിലുള്ള കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. കാരണം ഞാൻ വൈകുന്നേരം നടും കേട്ടോ. പിന്നെ എൻ്റെ പ്ലാന്റ്സ് പോയിപ്പോൾ ഇത് മറ്റേ ഒരു മിനിറ്റ് ഗൈസ് അതിലിടയ്ക്ക് സാബി വീണ് പോയി. അതിനെ മാറ്റി കൊടുത്ത് അങ്ങനത്തെ എല്ലാം കൊണ്ടാണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ ലാഗ് ആവുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചല്ലേ. ഇതിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ ഇത് കാണിച്ചു തരാം. ഒരുപാട് പ്ലാന്റ്സ്. ഇതെല്ലാം മണ്ണിൽ ഇങ്ങനെ കുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഞാൻ നടുമ്പോൾ മാത്രം എടുക്കാമെന്ന് വെച്ചിരിക്കുന്നതാണ്. ബാക്കിയൊക്കെ വാടൂലെന്ന് വിചാരിക്കും. ഇത് വേഗം വാടിപ്പോന്നായിട്ടായിരിക്കും അവരങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ റൂട്ടഡ് ആണ്. അതുകൊണ്ടാണ് മണ്ണിൽ വെച്ചത്. ബാക്കിയൊക്കെ ലീഫിയാവും കേട്ടോ. ഇത് നമ്മുടെ കൊളിയാവും. ഇത് കൊളീസാ. നമ്മൾ പാപ്പാത്തിച്ചെടി എന്ന് പറയുന്ന ചെടിയാണിത്. ഇതൊക്കെ ഇതാ തണ്ടാണ്. ഇതൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഈസി. ചിലത് ഞാൻ പറഞ്ഞു വേര് മതി, വേരോടെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിങ്ങനെ തന്നത് കേട്ടോ. അത് നമുക്കനുസരിച്ചിട്ട് വേരോടെ വേണമെങ്കിൽ 20 രൂപ, വേരില്ലാണ്ടാണെങ്കിൽ 10 രൂപ.
അത്രേ വ്യത്യാസമുള്ളൂ, വേറെ ഒന്നും വ്യത്യാസമില്ല. നല്ല നല്ല പ്ലാന്റ്സ് ആട്ടോ ഇതെല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്ലാന്റ്സാണ്. അതുകൊണ്ടാണ് ഗൈസ് ഞാനൊന്ന് പുറത്തെടുക്കാത്തത്. ഇതാ ഒരുപാട് തരമുണ്ട്. ഇതെങ്ങനെ കാണിച്ചു തരാം ഗൈസ്. എല്ലാം ഉണ്ട്, ഞാൻ പറഞ്ഞ എല്ലാ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അവിടെ ഇവിടെ ചപ്പ് ചവറ് പോലെ കാണുന്നുണ്ടെങ്കിൽ ഇത് തേച്ചും പ്ലാന്റ്സ് ആണ്. ഇതിപ്പോൾ നട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തിടാം കേട്ടോ. മീൻസ് നെക്സ്റ്റ് തവണ ഇടാം. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് തേച്ചെനിക്ക് ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇതേപോലെ യൂട്യൂബിൽ നിന്ന് കേട്ടോ, വേറെ ഒന്നല്ല. ഫ്ലിപ്കാർട്ടോ മീഷോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കാർട്ടൊന്നുമല്ല, നമ്മൾ യൂട്യൂബിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആ ഒരു 180 രൂപക്ക്, അതായത് നമ്മുടെ പോസ്റ്റൽ ചാർജ് അടക്കം 180 രൂപ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഈ ചെടികൾക്കെല്ലാം കണ്ടോ എല്ലാ വെറൈറ്റീസും കിട്ടീന്. ഇനിയും വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ നടാൻ വേണ്ടിയിട്ട് മണ്ണും അതായത് പോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വെച്ചിട്ട് ഞാൻ നിർത്തിയത്. ഇനിയും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇത്രയും പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ടാവും, എങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ പ്ലാന്റ്സിനോട് അല്ലെങ്കിൽ ഈ ചെടി പൂന്തോട്ടം അങ്ങനെ കുറച്ച് ഭ്രാന്തന്മാരുണ്ടാവും അല്ലേ, കുറച്ച് പേരുണ്ടാവും അങ്ങനെ മുറ്റം ഇങ്ങനെ പൂങ്കാവനാക്കണം. എനിക്ക് പിരാന്തൊന്നുമില്ല, എന്നാലും കുറച്ച് ഇഷ്ടമുണ്ട്. മുറ്റത്ത് നല്ലൊരു പ്ലാന്റ്സ് അല്ലെങ്കിൽ നല്ലൊരു പൂന്തോട്ടം ആക്കണം എന്ന് എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇതിലേക്ക് കടക്കുന്നത്. ആദ്യം ഞാൻ കടന്നൊന്ന് വഴി പറയാല. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യും, എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഇന്ന പ്ലാന്റ്സ് എങ്ങനെയാണ് നടുന്നത്, എങ്ങനെയാണ് വേരെടുക്കുക, അങ്ങനെയാണ് ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് എല്ലാം ഞാൻ സെർച്ച് ചെയ്യും കേട്ടോ. എന്തെങ്കിലും ഇപ്പോൾ ഹെയറിനെ ആണെങ്കിൽ അതുപോലെ എല്ലാം സെർച്ച് ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് എന്താ ഹെയറിന് സൂട്ടായത് അത് ഞാൻ സെലക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ ഒരുപാട് പർച്ചേസിങ് വീഡിയോ കണ്ടു, ഒരുപാട് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. പെട്ടെന്ന് ഒരു ചാനൽ കണ്ടിട്ട് അല്ലെങ്കിൽ കയറി ഓടി വാങ്ങിയതല്ല. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് വാങ്ങിയതെന്ന് പറഞ്ഞുതരാം. അതായത് ഇതേപോലെ സെർച്ച് ചെയ്ത് പ്ലാൻ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് സെയിലിംഗ് പ്ലാന്റ് ഇങ്ങനെ ഒരുപാട് ചാനൽസ് യൂട്യൂബിൽ നിന്ന് ചാനൽസ് വഴിയാണ് പർച്ചേസ് ചെയ്തത്. അതായത് നമ്മളെപ്പോലെ ഒരുപാട് കുട്ടി ചാനൽസ് ഉണ്ട്. അപ്പോൾ അവർ ഇതേപോലെ ഈ പൂന്തോട്ടം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടും, ഇങ്ങനെ പ്ലാന്റ്സ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഇത്ര മണിക്കൂറിനുള്ളിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രീ പ്ലാന്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തോന്ന് പറഞ്ഞിട്ട്. ആദ്യം ഞാൻ വാങ്ങിച്ചത് പേര് വിട്ടുപോയിട്ടാ. ഇപ്പം വാങ്ങിച്ചത് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, അച്ചൂസ് വ്ളോഗ് എന്നാണ് വാങ്ങിച്ചത്. അതായത് അതൊരു ചാനലാണ്. അപ്പോൾ അവരിടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പർ കാണും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അങ്ങനെ എനിക്ക് പ്ലാന്റ്സ് കിട്ടി. കോൺടാക്ട് ചെയ്യാൻ മാത്രമല്ല, പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്ലാന്റ്സ് മുഴുവൻ ഇതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു തന്നിട്ട് തീർന്നു പോകും. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കോൺടാക്ട് ചെയ്തു കേട്ടോ. അവർ ഇട്ടിട്ട് 3 മണിക്കൂറായി. 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. സോ എനിക്ക് വേഗം നല്ല നല്ല പ്ലാന്റ്സ് കിട്ടി. അതുപോലെ നിങ്ങൾ എപ്പോൾ അവരെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ല പ്ലാന്റ്സ് കിട്ടും. ഞാൻ അവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നുമല്ല കേട്ടോ, പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ അവരെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനി അവർ നല്ല നല്ല ചെടികൾ ഇതേപോലെ സെയിലിന് ചെറിയ പൈസക്ക് വെക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആദ്യം അവരെ കോൺടാക്ട് ചെയ്യും. അങ്ങനെയാണ്. ഇതുപോലത്തെ എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ. എല്ലാം 10, 20, 50 ഇല്ല. ഞാൻ 50-ന്റെ ചെടി ഒന്നും വാങ്ങിച്ചില്ല. 10, 20, 25 അത്ര വരെയുള്ള എല്ലാ ചെടികളെയും ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. എല്ലാം കൂടി 180 രൂപയേ ആയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് അച്ചൂസ് വ്ളോഗ് അങ്ങനെയല്ല, ഒരുപാട് ചാനലുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ് വിൽക്കുന്ന ഏത് ചാനലുകളിലെ അവിടെ പോയിട്ട് അവരെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പർ കാണും, വാട്സപ്പ് കോൺടാക്ട് ചെയ്യാം. ജെനുവിൻ ആണെന്ന് വെച്ചാൽ ജെനുവിൻ ആണ്, ഇതാണ് തെളിവ്. ജെനുവിൻ ആണ്, നല്ല പ്ലാന്റ്സ് തന്നെയാണ്, ഒരിക്കലും വാളാത്ത പ്ലാന്റ്സ് തന്നെയാണ് കിട്ടുക. അപ്പോൾ അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ പൂന്തോട്ടത്തെയും പ്ലാന്റ്സിനെയും ഒക്കെ സ്നേഹിക്കുന്നവരോട് ഒരു കാര്യം പറയാനേ ഉള്ളൂ, നിങ്ങൾക്ക് ചെടി എവിടുന്ന് കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ എവിടെയെല്ലാം പോയി ചോദിക്കുന്നില്ലേ, അതേപോലെ എവിടുന്നൊക്കെ ചെടി കിട്ടുന്നത്, എത്ര ചെറിയ പൈസക്കാ ചെടി കിട്ടുന്നത്, അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ. ഇങ്ങനെയാണ് പർച്ചേസ് ചെയ്തത് ഞാൻ.
അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജൊക്കെ ചെയ്തിന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ പർച്ചേസ് ചെറിയ പൈസക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിന് എങ്ങനെയാണ് ദൃശ്യ വാങ്ങേണ്ടത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചാടിക്കറി വാങ്ങിയിട്ട് കാര്യമില്ല, അതിങ്ങനെ അവർ ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യണം. അവർ എന്തൊക്കെ ചെടികളാണ്, അവർ ജെന്യുവിൻ ആണോ എന്നൊക്കെ ചെയ്തിട്ടാണ് ഞാനത് പർച്ചേസ് ചെയ്തത്. ഇതെന്തായാലും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ചാനലാണ്, അച്ചൂസ് വ്ളോഗ് എന്ന പേര്. അവരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ വേറെ സംശയമൊന്നും ഇല്ലല്ലോ. ഇനി ഇത് നട്ട വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാൻ ശ്രമിക്കാം. ഇതിൻ്റെ വേരെടുത്ത വീഡിയോ, ഇത് വേരെടുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇതൊക്കെ വേരുള്ളതാട്ടാ, മറ്റേതൊക്കെ ലീഫിയാണ്, അതായത് തണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഞാൻ വാങ്ങിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് മുള വന്നിട്ടുള്ള കുറച്ച് ചെടികൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പറയുന്നത് ജെന്യുവിൻ ആണോ നിങ്ങൾക്ക് അറിയണമല്ലോ, അപ്പം കാണിച്ചു തരാം. കമാൺ. ഈ ചെടികളൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നഴ്സറിയിലെല്ലാം പോയി കഴിഞ്ഞാൽ നല്ല പൈസയാവും. ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പൈസക്ക് വാങ്ങിച്ചിട്ടാണ് നല്ല നല്ല വലിയ വലിയ പ്ലാന്റ്സ് ആക്കി വെക്കുന്നത്. ഇതുപോലെ ചെറിയ പോട്ട്സിലൊക്കെ നട്ട് കഴിഞ്ഞിട്ട് വേരെടുത്തിട്ട് ഞാൻ പുതിയ വലിയ പോട്ട്സിലാക്കി മാറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത ഓരോരോ ചെടികളാണ് ഇതൊക്കെ. കുറച്ചൊക്കെ ഞാൻ പുറത്തുനിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയതൊക്കെ ഉണ്ട്. എന്നാലും അധിക ചെടികളും ഇതുപോലെ യൂട്യൂബിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇതുപോലെ ചാനൽ ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഇതുപോലെ ഞാൻ മെസ്സേജ് ചെയ്യും, എന്നിട്ട് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യും കേട്ടോ. ഇന്നത്തെ കാലത്ത് 10-20 രൂപയ്ക്ക് ചെടി കിട്ടാനുണ്ടോ? എന്നാൽ ഇത് തേച്ചും എനിക്ക് അതുപോലെ കിട്ടിയതാണ്. ഞാൻ ഒരു 50 രൂപക്ക് പോലും ഇതിൽ നിന്ന് ഒരു ചെടി പോലും വാങ്ങിയിട്ടില്ല. എല്ലാം 10, 15, 20 ആ ഒരു റേഞ്ച് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ചെടികൾ സ്വന്തമാക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഞാൻ വെറും 180 രൂപക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വാങ്ങിക്കണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അവിടെ നമ്പർ ഉണ്ട്. അതിന് നിങ്ങൾ പോയിട്ട് സെർച്ച് ബട്ടണിൽ അച്ചൂസ് വ്ളോഗൊന്നും ചെയ്ത് കഷ്ടപ്പെടണ്ട, അതിൽ ഞാൻ നമ്പർ കൊടുക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പരിധി കുറച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ ഇതിന് മുന്നേ പർച്ചേസ് ചെയ്തിട്ട് ആ പ്ലാന്റ്സൊക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ നട്ടിട്ട് മുള വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, വേറെ ഒന്നും സംസാരിക്കാനില്ല, ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.